നമസ്കാരം. ഇന്നൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാൾ നിങ്ങളോട് 1 മാസത്തിനുള്ളിൽ 10 കിലോ കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ദിവസവും കാണാം. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മതി, ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ മതി, അരി നിർത്തിയാൽ വണ്ണം പെട്ടെന്ന് കുറയും, ഇങ്ങനെ പല വാഗ്ദാനങ്ങളും. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര എളുപ്പമായിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് ഇത്രയും ആളുകൾ എന്തിനു വണ്ണം കുറയ്ക്കാൻ ബുദ്ധിമുട്ടുന്നു? സത്യം എന്തെന്നാൽ വണ്ണം കുറയ്ക്കുക എന്നത് ഒരു മാജിക് ട്രിക്കല്ല. അത് നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കി ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഈ വീഡിയോയിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട 10 പ്രധാന കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ വീഡിയോ തുടങ്ങാം. നമ്പർ 1, വണ്ണം കുറയ്ക്കുക എന്നത് പട്ടിണി കിടക്കുക അല്ല. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. പലരും കരുതുന്നത് ഞാൻ ഭക്ഷണം കുറച്ചാൽ വണ്ണം കുറയും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തൂക്കത്തിൽ ചെറിയ മാറ്റം കണ്ടേക്കാം, പക്ഷേ അത് ദീർഘകാലം നിലനിൽക്കണമെന്നില്ല. ഒരു ഉദാഹരണം നോക്കാം. 2 പേർ ഉണ്ടെന്ന് കരുതുക. ഒരാൾ രാവിലെ മുതൽ രാത്രി വരെ വിശന്ന് കിടക്കുന്നു. മറ്റേയാൾ സമയത്ത് അളവിൽ പോഷക സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നു. 1 മാസം കഴിഞ്ഞാൽ ആരുടെ ശീലം കൂടുതൽ കാലം തുടരാൻ എളുപ്പമാകും? മിക്കവരും രണ്ടാമത്തെ ആളുടേതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. കാരണം ശരീരത്തിന് ഊർജവും പോഷകങ്ങളും ആവശ്യമാണ്. അതിനാൽ ലക്ഷ്യം ഭക്ഷണം ഒഴിവാക്കുക എന്നതല്ല, ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണം തിരഞ്ഞെടുക്കുക എന്നതാണ്. 2, ഒരു ഭക്ഷണത്തെ മാത്രം കുറ്റം പറയരുത്. അരി കഴിച്ചതുകൊണ്ടാണ് ഞാൻ വണ്ണം വെച്ചത്, ചപ്പാത്തി കഴിച്ചാൽ വണ്ണം കുറയും, ഇങ്ങനെ പലരും പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണം മാത്രം വണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. പ്രധാന കാര്യം എന്താണ് കഴിക്കുന്നത് എന്നതുപോലെ തന്നെ എത്ര അളവിൽ, എത്ര തവണ, മൊത്തത്തിലുള്ള ഭക്ഷണ രീതി എന്നിവയുമാണ്. ഉദാഹരണത്തിന്, അളവോടെ കഴിക്കുന്ന ഒരു ചോറും അതിനോടൊപ്പം പച്ചക്കറിയും പ്രോട്ടീനുമുള്ള ഭക്ഷണവും ഒരു സമതുലിതമായ ഭക്ഷണത്തിന്റെ ഭാഗമാകാം. അതേസമയം വളരെയധികം കലോറി ലഭിക്കുന്ന ഭക്ഷണം തുടർച്ചയായി കഴിച്ചാൽ അത് വണ്ണത്തെ ബാധിക്കാം. അതിനാൽ ഒരു ഭക്ഷണത്തെ മാത്രം വില്ലനാക്കരുത്. 3, വണ്ണം കുറയ്ക്കാൻ വ്യായാമം നല്ലതാണ്, പക്ഷേ അത് മാത്രം മതിയെന്നില്ല. 1 മണിക്കൂർ നടന്നതിന് ശേഷം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇന്ന് ഞാൻ നന്നായി നടക്കുകയും ചെയ്തു, ഇനി എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ആരോഗ്യം ഒരു സമവാക്യമാണ്. ഭക്ഷണം, ഉറക്കം, ശാരീരിക പ്രവർത്തനം, സമ്മർദ്ദം ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. വ്യായാമം ഹൃദയാരോഗ്യത്തിനും ശരീരശേഷിക്കും വളരെ നല്ലതാണ്. അതോടൊപ്പം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും പ്രധാനമാണ്. അതുകൊണ്ട് എക്സസൈസ് മാത്രം മതി എന്ന ചിന്ത മാറ്റാം. 4, എല്ലാവരുടെയും ശരീരം ഒരേപോലെയല്ല. നിങ്ങളുടെ സുഹൃത്ത് ഒരു ഡയറ്റ് ചെയ്തിട്ട് നല്ല ഫലം കണ്ടിട്ടുണ്ടാകാം, പക്ഷേ അതേ ഡയറ്റ് നിങ്ങൾക്കും അതേ രീതിയിൽ ഫലം നൽകണമെന്നില്ല. എന്തുകൊണ്ട്? കാരണം പ്രായം, ഉയരം, ശരീരഭാരം, ആരോഗ്യസ്ഥിതി, ദിവസേന ചെയ്യുന്ന ജോലി, ശാരീരിക പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ഓരോരുത്തരിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ ഡയറ്റുകളും അന്ധമായി പിന്തുടരുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തിനും ജീവിതശൈലിക്കും യോജിക്കുന്ന ആരോഗ്യകരമായ ശീലങ്ങൾ തിരഞ്ഞെടുക്കുക. 5, ചെറിയ മാറ്റങ്ങളാണ് വലിയ വിജയത്തിലേക്ക് നയിക്കുന്നത്. പലരും തിങ്കളാഴ്ച ഒരു വലിയ തീരുമാനമെടുക്കും. ഇനി മധുരം ഇല്ല, ഇനി ചോറ് ഇല്ല, ഇനി രാത്രി ഭക്ഷണം ഇല്ല. 2 ദിവസം കഴിഞ്ഞാൽ എല്ലാം പഴയപടി. ഇതിനു പകരം ചെറിയ മാറ്റങ്ങൾ തുടങ്ങൂ. ഉദാഹരണത്തിന്, ദിവസം മുഴുവൻ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ദിവസവും കുറച്ചു സമയം നടക്കുക, ഉറക്കം ക്രമപ്പെടുത്തുക. ഇത്തരം ചെറിയ ശീലങ്ങൾ ദീർഘകാലത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ 5 കാര്യങ്ങൾ കണ്ടു. വണ്ണം കുറയ്ക്കുന്നത് ഒരു ഷോർട്ട് കട്ട് അല്ലെന്നും ആരോഗ്യകരമായ ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു യാത്രയാണെന്നും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്.